കേരള ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ വഖഫ് ബോർഡിന് തിരിച്ചടി. സർക്കാർ ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിലാണ് വഖഫ് ബോർഡ് പ്രവർത്തിക്കേണ്ടത് എന്ന ഹൈക്കോടതി വിധിയിലെ പരാമർശം മാത്രമാണ് നീക്കിയത്. വിധി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം പൂർണ്ണമായി കോടതി അനുവദിച്ചില്ല. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ആദർശ് TS ചേരുകയാണ്. ആദർശ്, വഖഫ് ബോർഡിന് തിരിച്ചടിയാണ്. പൂർണ്ണമായും ആവശ്യങ്ങൾ അംഗീകരിച്ചിട്ടില്ല. എന്തൊക്കെയാണ് ഇന്ന് കോടതിയിൽ സംഭവിച്ചത്? രാഖി, വഖഫ് ബോർഡ് സുപ്രീം കോടതിയെ സമീപിച്ചത് തന്നെ ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണം എന്നുള്ള ആവശ്യവുമായാണ്. എന്നാൽ ആ ആവശ്യം അംഗീകരിക്കുന്നതിനോ ഹൈക്കോടതി ഉത്തരവ് റദ്ദ് ചെയ്യുന്നതിനോ സുപ്രീം കോടതി തയ്യാറായില്ല. സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഈ ഒരു നടപടി അത് വഖഫ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടി തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സുപ്രീം കോടതിയുടെ ഉത്തരവിൽ പറയുന്നത്, ഹൈക്കോടതി വിധിയിലെ പാരഗ്രാഫ് 6 ജോയിന്റ് സെക്രട്ടറിക്ക് മേൽനോട്ടത്തിന് നൽകിയ പരാമർശം അത് മാത്രം നീക്കം ചെയ്യുക എന്നുള്ള ഒരു കാര്യം അത് സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ പ്രധാനപ്പെട്ട ആവശ്യമായ ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണം എന്നത് അംഗീകരിക്കുവാൻ സുപ്രീം കോടതി തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സർക്കാർ ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കണം എന്നുള്ളത് മാത്രമാണ് നിലവിൽ എന്തായാലും സുപ്രീം കോടതി ഒരു ഭേദഗതി വരുത്തിയിരിക്കുന്നത്. മറ്റൊരു കാര്യം, നയപരമായതോ പ്രധാനപ്പെട്ടതോ ആയ തീരുമാനങ്ങൾ എടുക്കാൻ ബോർഡിന് ഹൈക്കോടതിയുടെ മുൻകൂർ അനുമതി വേണമെന്ന നിർദ്ദേശം നിലനിൽക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഹൈക്കോടതി ഉത്തരവിലെ ഈ പരാമർശം അടക്കം റദ്ദ് ചെയ്യണമെന്നുള്ള ആവശ്യമാണ് വഖഫ് ബോർഡ് ചെയർമാൻ നൽകിയ ഈ ഹർജിയിൽ പറഞ്ഞിരുന്നത്. എന്നാൽ അതൊന്നും അംഗീകരിക്കുന്ന സുപ്രീം കോടതി തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ ഈ നടപടി അത് വഖഫ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടി തന്നെയാണ്. അവർ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നതായിരുന്നു. എന്നാൽ അതിന് സുപ്രീം കോടതി തയ്യാറായിട്ടില്ല. മാത്രമല്ല, എല്ലാവരുടെയും വാദം കേട്ട് ഉടൻ തീർപ്പ് കൽപ്പിക്കുന്നതിന് കേരള ഹൈക്കോടതിക്ക് സുപ്രീം കോടതി നിർദ്ദേശവും നൽകിയിരിക്കുകയാണ്. കാരണം നമുക്കറിയാം, നേരത്തെ തന്നെ ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട കേസുകൾ അത് നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരുടെയും വാദം കേട്ട് കേസിൽ ഉടൻ തീർപ്പ് കൽപ്പിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം സുപ്രീം കോടതി ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. രാഖി.